ഇതൊക്കെ ഒരു നമ്പറല്ലേ? സംഖ്യകൾ സ്ഥലപ്പേരായി വരുന്ന ചില നാടുകളുണ്ട്. 100 കണക്കിന് ഓക്കുമരങ്ങളുള്ള നഗരം അമേരിക്കയിലെ കാലിഫോർണിയയിലുണ്ട്. കൊനേജോ മൗണ്ടെയിൻ വാലി എന്നായിരുന്നു ഈ പ്രദേശത്തിന്റെ ആദ്യത്തെ പേര്. ഏതാണ്ട് 100 വർഷം മുൻപ് ആ പേരൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു മത്സരവും നടത്തി. 14 വയസ്സുള്ള ബോബി ഹാരിങ്ടൺ നിർദ്ദേശിച്ച പേരാണ് മത്സരത്തിൽ വിജയിച്ചത്. 1000 Oaks. ഓക്കുമരങ്ങളുടെ നാടിന് പറ്റിയ പേര് തന്നെയല്ലേ? സംഖ്യകളുമായി ബന്ധപ്പെട്ട സ്ഥലപ്പേരുകൾ എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പം നെതർലാൻഡ്സിലെ ഒരു ഗ്രാമമാണ് ഈൻ. 1 എന്നാണ് ഈൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇന്തോനേഷ്യയിലെ ഒരു നഗരമാണ് സെലാറ്റിഗ. ജാവനീസ് ഭാഷയിൽ 3 തെറ്റുകൾ എന്നാണ് സെലാറ്റിഗയുടെ അർത്ഥം. സെമറാങ് എന്ന പ്രദേശത്തെ രാജാവിനെ 3 കവർച്ചക്കാർ കൊള്ളയടിച്ച സംഭവത്തിൽ നിന്നാണ് 3 തെറ്റുകൾ എന്ന പേര് വന്നത് എന്നാണ് കഥ. 5 Ways എന്ന പേരിൽ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും നഗരങ്ങളുണ്ട്. ഈജിപ്തിലെ ഒരു കൊച്ചു പട്ടണത്തിലെ പേരെന്താണെന്നറിയോ? 6th October. ഗീർ എന്ന ബംഗാളി മധുര പലഹാരവും 7 ചേർന്ന സ്ഥലപ്പേരാണ് സാദ്ഗിറ. 5 എന്ന നമ്പർ വരുന്ന സ്ഥലപ്പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. 5 നദികളുടെ നാടാണ് പഞ്ചാബ് എന്ന് കൂട്ടുകാർക്ക് അറിയാലോ. അതുപോലെ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് 7 കോട്ടകൾ എന്നർത്ഥമുള്ള സാധറ. ഇംഗ്ലണ്ടിലാണ് 7 സഹോദരിമാരുള്ളത്. 7 Sisters എന്ന പേര് ഈ ഗ്രാമത്തിന് കിട്ടിയത് 7 മലകളിൽ നിന്നാണത്രേ. ഓഖോറിയോസ് എന്ന ജമൈക്കൻ പട്ടണത്തിന് 8 നദികൾ എന്നാണ് അർത്ഥം. 10th of Ramadan ഒരു ഈജിപ്ഷ്യൻ നഗരമാണ്. US ഒരു പട്ടണത്തിന്റെ പേരെന്താന്നോ? 10 ഉറക്കം, 10 sleep. അമേരിക്കൻ ഇന്ത്യൻ വിശ്രമ സ്ഥലമായ ഇവിടേക്കെത്താൻ 10 ദിവസത്തെ യാത്ര വേണം എന്നാണ് പറയാം. അതായത് 10 ഉറക്കങ്ങൾ കഴിയണം. അങ്ങനെയാണ് രസകരമായ ഈ പേര് വന്നത്. 12 വേരുകൾ എന്നർത്ഥമുള്ള ഇന്ത്യൻ പട്ടണമാണ് ബാരാമുള്ള. 36 കോട്ടകൾ എന്നാണ് ഛത്തീസ്ഗഡ് എന്ന പേരിന്റെ അർത്ഥം. മഹാരാഷ്ട്രയിലെ ഒരു പട്ടണത്തിന്റെ പേരാവട്ടെ ചാലിസ്ഗാവ് എന്നാണ്. 40 ഗ്രാമങ്ങൾ എന്ന അർത്ഥം. 20 എന്ന പേരിൽ ഇംഗ്ലണ്ടിൽ ഒരു നഗരമുണ്ട്. തായ്ലൻഡിലെ റോയറ്റ് പ്രോവിൻസ് എന്ന സ്ഥലത്തിന് 101 എന്നാണ് അർത്ഥം. 1770 ഓസ്ട്രേലിയയിലെ ഒരു പട്ടണ. 1770 മെയ് മാസത്തിൽ ജെയിംസ് കുക്കും സംഘവും ഓസ്ട്രേലിയയിൽ രണ്ടാമതെത്തിയത് 1770-ലാണത്രേ. തായ്ലൻഡിലൊരു ജില്ലയാണ് ബ്യൂങ് സാംഫാൻ. ഇതിന്റെ അർത്ഥം എന്താണെന്നോ? 3000 തടാകങ്ങൾ, 4000 ദ്വീപുകൾ അഥവാ സീഫാൻഡോൺ എന്ന പേരിലും തായ്ലാൻഡിലൊരു സ്ഥലമുണ്ട്. 10,000 ദ്വീപുകൾ, 10,000 ഐലൻഡ്സ് US-ലാണ്. അമേരിക്കയിൽ വേറെയുണ്ട് കുറെ രസിക്കുന്ന സ്ഥലപ്പേരുകൾ. 5 Fingers, 8, 7 Oaks, 26, 29, 56, 66, 76, 84, 88, 96, 100 അങ്ങനെ അങ്ങനെ. പേരിൽ പകുതി എന്ന് വെച്ചാൽ ഹാഫ് വരുന്ന സ്ഥലങ്ങളാണ്. ഹാഫ് മൂൺ ബേ അത് കാലിഫോർണിയയിൽ, ഹാഫ് വേ അത് മിസോറിയിലാട്ടോ. ഇനി നിങ്ങൾക്ക് അറിയണ ഏതൊക്കെയാ ഒന്ന് ഓർത്ത് നോക്കിയേ.